അറ്റാക്ക് അറ്റാക്ക് അറ്റാക്ക്. ബ്ലാസ്റ്റേഴ്സിന്റെ ആശാൻ മിഖായൽ സ്റ്റാഹറെ തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരുടെ ചെവിയിൽ ഓതിക്കൊടുത്ത വിജയമന്ത്രം ഇതായിരിക്കണം. ഒരുപക്ഷെ നിങ്ങളിത് ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല. മുംബൈ സിറ്റി FC-ക്കെതിരായ ആദ്യ മത്സരത്തിൽ കളി അവസാനിക്കാൻ മിനിറ്റുകൾ മാത്രം ബാക്കി നിൽക്കെ 8-0 എന്ന സ്കോർ ലൈനിൽ മുന്നിട്ട് നിൽക്കെ തന്നെ സൈഡ് ലൈനിൽ നിന്ന് ഒരു വലിയ ഷൗട്ട് കേൾക്കാമായിരുന്നു. പ്രസ് പ്രസ് എന്നായിരുന്നു അത്. ആ ശബ്ദം സ്റ്റാഹ്റയുടേതായിരുന്നു. അവസാന നിമിഷം വരെ ഗോളടി തുടരുവാനുള്ള ഒരു ഇൻറ്റന്റ് ഈ പ്ലെയേഴ്സിൽ ആശാൻ ഇഞ്ചക്ട് ചെയ്തിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. 8-0 എന്ന ജയത്തിലൂടെ ഡൂറന്റ് കപ്പിൽ പുതിയ ചരിത്രം കുറിച്ചുകൊണ്ടാണ് ബ്ലാസ്റ്റേഴ്സ് തുടങ്ങിയത്. ഗ്രൂപ്പ് ഘട്ടത്തിൽ ആകെ സ്കോർ ചെയ്തത് 16 ഗോളുകൾ, വഴങ്ങിയത് 1 മാത്രം. അങ്ങനെ സർവാധിപത്യത്തോടെ ഗ്രൂപ്പ് ചാമ്പ്യന്മാരായി ക്വാർട്ടറിലെത്തി. പക്ഷേ ഈ ഗോളുകളൊക്കെ നേടിയത് ചെറിയ ടീമുകളോടല്ലേ എന്നൊരു പരിഹാസം മറ്റു ടീമുകളുടെ ഫാൻസിന്റെ ഭാഗത്തു നിന്നും, എന്തിനേറെ ചില ബ്ലാസ്റ്റേഴ്സ് ഫാൻസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി. അവരോടൊന്നേ ചോദിക്കാനുള്ളൂ, മുൻ സീസണുകളിൽ ബ്ലാസ്റ്റേഴ്സ് കുഞ്ഞൻ ടീമുകൾക്കെതിരെ ഇത്ര ഗോളുകൾ അടിച്ചിട്ടുണ്ടോ? പോട്ടെ, ഇത്രയധികം ചാൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടോ? സൂപ്പർ കപ്പിലും ഡൂറന്റ് കപ്പിലും ചെറിയ ടീമുകൾക്ക് മുമ്പിൽ കാലിടറി വീണപ്പോൾ മറ്റു ഫാൻസിൻ്റെ ട്രോളുകൾക്ക് മുമ്പിൽ തലകുനിച്ച് നിന്നവരിൽ ഒരാളാണ് നിങ്ങളെങ്കിൽ ഇന്നത്തെ ഈ ഗോളടിയുടെ ഇമ്പോർട്ടൻസിനെ അങ്ങനെ കുറച്ച് കാണാൻ നിങ്ങൾക്ക് പറ്റില്ല. ചില അവസരങ്ങൾ പാഴാക്കില്ലായിരുന്നെങ്കിൽ ഗ്രൂപ്പ് ഘട്ടത്തിൽ തന്നെ 20-ന് മുകളിൽ ഗോളുകൾ ബ്ലാസ്റ്റേഴ്സ് സ്കോർ ചെയ്തേനെ. ലൂണ പറഞ്ഞതുപോലെ തന്നെ സ്റ്റാഹ്റയുടെ തന്ത്രം വ്യക്തമാണ്. മിഡിൽ നിന്ന് തന്നെ ഒപ്പോണൻസിന്റെ കാലിൽ നിന്നും ഹൈ പ്രസിംഗിലൂടെ ബോൾ റാഞ്ചിയെടുത്തുകൊണ്ടുള്ള അറ്റാക്കിംഗ്. സ്പെയിൻ യൂറോ കപ്പിൽ പരീക്ഷിച്ച് വിജയിച്ച വെർട്ടിക്കൽ ഫുട്ബോളിന്റെ ഒരു ശൈലി കൂടിയാകുമ്പോൾ അറ്റാക്കിങ്ങിൽ KBFC ഡേഞ്ചറായി മാറും. ടീമിന്റെ ശക്തി ദൗർബല്യങ്ങൾ മനസ്സിലാക്കി ഉണ്ടാക്കിയ ഒരു ടാക്ടിക്സ് തന്നെയാണിത്. നിരന്തര ആക്രമണത്തിലൂടെ ഏത് ടീമിനെയും പ്രഷറൈസ് ചെയ്ത് അവരുടെ അറ്റാക്കിങ്ങിന്റെ മൂർച്ച കുറയ്ക്കുക എന്ന തന്ത്രം. ഒപ്പോണൻസിന്റെ കൂടുതൽ പ്ലെയേഴ്സിനെ അറ്റാക്കിങ്ങിൽ കമ്മിറ്റ് ചെയ്യിപ്പിക്കാതെ അവരുടെ ഹാഫിൽ തന്നെ തളച്ചിടുന്ന തന്ത്രം. അറ്റാക്കിങ്ങിൽ ഇത്തവണ ഒരുപാട് ഓപ്ഷനുകൾ ബ്ലാസ്റ്റേഴ്സിലുണ്ട്. ഇടത് വിങ്ങിൽ സദാ സജ്ജമാണ് നോഹ സദോയ്. ഡിഫൻസിൽ നിന്നും മിഡിൽ നിന്നും നോഹയെ കണ്ടെത്തുന്ന ലോങ് ബോളുകൾ അറ്റാക്കിങ്ങിലെ ഒരു ഓപ്ഷനാണ്. പെപ്രയും ഒരുപാട് അറ്റാക്കിങ്ങിൽ തുടങ്ങിവെക്കാൻ സഹായിക്കുന്നുണ്ട്. ലൂണ ഒരു ക്രിയേറ്റർ റോളിൽ മികച്ചു നിൽക്കുന്നുണ്ട്. റൈറ്റ് വിങ്ങിൽ ഐമൻ വന്നതോടുകൂടി ഉണർന്നിട്ടുണ്ട്. 2 ഗോളുകൾ സ്കോർ ചെയ്യാനും ഐമനായി. വിങ് ബാക്കുകളുടെ അറ്റാക്കിംഗ് കോൺട്രിബ്യൂഷനും KBFCക്ക് കരുത്താകും. പുതിയ സ്ട്രൈക്കർ കൂടി എത്തുമ്പോൾ KBFC അറ്റാക്കിംഗ് കൂടുതൽ മികച്ചതാകും എന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല. 2 ഗോൾ വഴങ്ങിയാലും 4 ഗോൾ തിരിച്ചടിച്ച് വിജയിക്കുന്ന ഒരു ടീമായി ബ്ലാസ്റ്റേഴ്സ് ഇത്തവണ മാറും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ISL ബ്ലാസ്റ്റേഴ്സിന്റെ ഗോൾഡ് മെഡത്തിനായി വെയിറ്റ് ചെയ്യാം.